നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണം. പോളിംഗ് ബൂത്തുകൾ സജ്ജം. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ഷൻ വോട്ടിംഗ് യന്ത്ര സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം നടന്നു. 180 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ചേലക്കരയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം. നിരീക്ഷണത്തിനുള്ള കമാൻഡ് കൺട്രോൾ റൂം ചെറുതുരുത്തിയിൽ. ചെറുതുരുത്തിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ 19,20,000 രൂപ പിടികൂടി. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ വച്ച് 2 അംഗം സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തി PV അൻവർ MLA. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് ആരോപണം. വാർത്താസമ്മേളനം ഉദ്യോഗസ്ഥർ തടയാനെത്തിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ സ്വർണം കവർന്നു. വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. ഇതര സംസ്ഥാനക്കാരായ 2 പേർ സ്വർണം കവരുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻഇടിവ്. പവന് 1080 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ വില 56,680 രൂപ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള വിളക്കാഘോഷം തുടരുന്നു. ഏകാദശി ദിവസങ്ങളിൽ നടത്താറുള്ള ഉദയാസ്തമന പൂജ 2ാം ദിനത്തിലേക്ക് മാറ്റി ദേവസ്വം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ആനിമൽ കീപ്പറെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽരാജാണ് മരിച്ചത്. അരിമ്പൂരിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ ഡമ്മി നോട്ട് കൊടുത്ത് ടിക്കറ്റും പണവും കവർന്നു. അരിമ്പൂർ 4-ാം കല്ല് കോവിൽ റോഡിന് മുന്നിൽ കച്ചവടം ചെയ്യുന്ന 60-കാരിയായ കാർത്തിയായനിയാണ് തട്ടിപ്പിന് ഇരയായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ നഗറിലെ GST ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശൂരിന്റെ 19ാമത് ഫിലിം ഫെസ്റ്റിവൽ തുടരുന്നു. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച സമാപിക്കും. അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും മുൻവശത്തായുള്ള PWD റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. അടിയന്തരമായി കുഴിയടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ തണ്ടപ്പേര് ഇതര മതസ്ഥന്റെ പേരിലാക്കിയ നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ സംഗമം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പന് വഴിപാടായി ഒറ്റമരത്തടിയിൽ തീർത്ത ഫുട്ബോൾ മാതൃക. ചാലക്കുടി സ്വദേശിയും ശില്പിയുമായ ഉണ്ണി മാമ്പ്രയാണ് സമർപ്പണം നടത്തിയത്. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടം, കുടിവെള്ള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം കവയിത്രി ഗീതാ ദിവാകരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് RR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് സമാപിച്ച സംസ്ഥാന CBSE കലോത്സവത്തിൽ 2 ഒന്നാം സ്ഥാനവും 1 2ാം സ്ഥാനവുമായി തൃശൂരിലെ വിദ്യാർത്ഥിനി. തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി റോസാലീന ഐൻ ബെന്നിയാണ് മികച്ച നേട്ടം സ്വന്തമാക്കിയത്. കേരള എയ്ഡ്സ് സെല്ലും വെങ്കിടങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി എയ്ഡ്സ് ബോധവൽക്കരണ തെരുവ് നാടകം സംഘടിപ്പിച്ചു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെരുവ് നാടകം അരങ്ങേറിയത്. പാവറട്ടി ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ജോൺ എബ്രഹാം അനുസ്മരണം നടന്നു. ചലച്ചിത്ര പ്രവർത്തകൻ ജോൺ തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത പാവറട്ടി പഞ്ചായത്ത് അധികാരികളുടെ നിലപാടുകൾക്കെതിരെയായിരുന്നു മാർച്ച്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭയ്ക്ക് കീഴിലുള്ള ക്രിമിറ്റോറിയത്തിന് കേടുപാടുകൾ സംഭവിച്ച് 6 മാസം പിന്നിട്ടിട്ടും കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്.
സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി SN ദക്ഷിണയുടെ ചിത്രപ്രദർശനം ഈ മാസം 14 മുതൽ 17 വരെ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. മലപ്പുറം താനൂർ സ്വദേശിനിയായ ദക്ഷിണ ഇതിനകം 2500-ലേറെ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. വരന്തരപ്പിള്ളി കുന്നത്തുപാടം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. കാലപ്പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫിലാറ്റലിക് ക്ലബ് തൃശൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എക്സിബിഷൻ ഈ മാസം 15 മുതൽ 17 വരെ തൃശൂരിൽ സംഘടിപ്പിക്കും. തൃശൂർ MG റോഡിലുള്ള ശ്രീശങ്കര ഹാളിൽ സ്റ്റാമ്പ്, നാണയം, കറൻസി, പുരാവസ്തുക്കൾ എന്നിവയുടെ പ്രദർശനമുണ്ടാകും. ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്ത കള്ളപ്പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് മുൻ MLA അനിലക്കര ആരോപിച്ചു. പണത്തിന്റെ ഉടമയ്ക്ക് കരുവന്നൂർ കേസിലെ പ്രതികളായ കോലഴി സതീഷും അരവിന്ദാക്ഷനുമായും CPM നേതാവ് EP ജയരാജനുമായും അടുത്ത ബന്ധമുണ്ടെന്നും അനിലക്കര. പാവറട്ടി PT കുര്യാക്കോസ് സ്മൃതി ഭവനിൽ നടക്കുന്ന ഭാരതീയ ഗണിത സപ്തദിന ശില്പശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ജുനൈദ് പൂസുരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ KK ഷൈൻ അധ്യക്ഷനായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള തുടർച്ചയായ അധിക്ഷേപത്തിലും വിരട്ടലിലും പ്രതിഷേധിച്ച് KUWJ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടനാ മുൻ ജനറൽ സെക്രട്ടറി ES സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി കാവുക്കോട് ബസ് മതിലിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരിയിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ ഡെന്റൽ കോളേജ് വഴി എടപ്പാളിലേക്ക് പോകുന്ന തമീം എന്ന ബസ്സാണ് മതിലിലിടിച്ചത്. തൃശൂർ LIC ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് സംഘ് ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നെടുപുഴയിൽ കിണറ്റിൽ വീണ് വയോധികൻ മരിച്ചു. നെടുപുഴ സ്വദേശി പ്രാരത്ത് വീട്ടിൽ 70 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.